നമസ്കാരം. ഈ ചാനലിലൂടെ ഞാൻ പലതരത്തിലുള്ള കുക്കീസിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു കുക്കീസ് റെസിപ്പി ആയിട്ട് തന്നെയാണ്. ചോക്കോ വാനില കുക്കീസാണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 തരത്തിൽ ഷേപ്പ് ചെയ്യുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയ വെച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ബട്ടറാണ് വേണ്ടത്. കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച ബട്ടർ വേണം ചേർക്കാനായിട്ട്. ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് മെൽട്ടായി വരണം. അപ്പോൾ ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിൽ ചേർക്കുന്നവരാണെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യും 1/2 കപ്പ് തന്നെ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കഴിവതും ഒഴിവാക്കുക. ഈ ബട്ടറിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പനങ്ങൽക്കണ്ടം അല്ലെങ്കിൽ ഷുഗർ, ഏത് ഷുഗറാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ് വേണ്ടത്. ഞാൻ ചേർക്കുന്നത് പനങ്ങൽക്കണ്ടം പൊടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പനങ്ങൽക്കണ്ടം പൊടിച്ചത് ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ വയ്ക്കുകയാണ്. അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരാനായിട്ട് ഒന്നില്ലെങ്കിൽ ഇതിലേക്ക് പാല് ചേർക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കണേ. ആദ്യം 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് വെക്കാം. അത്ര ചൂടൊന്നും വേണ്ട, ലൈറ്റ് ഒരു ചൂട് മതി. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പാല് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തത്. ഇനി ഒരു ബൗളും കൂടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതിന്ന് പകുതി എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പകുതി എടുത്ത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി. ഇനി ഇതിൽ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് വേണ്ടത്. ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡോ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം വേണം നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കുക്കി ഡോ. ഇനി അതെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇഷ്ടംപോലെ ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാം. ഒരു വൈറ്റ് ബോളും ഒരു ചോക്ലേറ്റ് ബോളും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് രണ്ടും കൂടി ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ 4 എണ്ണം എടുക്കുക. എന്നിട്ട് ഉരുട്ടിയാൽ ഇതുപോലെ ഷേപ്പായിട്ട് കിട്ടും. ഞാനിതിങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഇത് വയ്ക്കാം. വെച്ച്
ഇങ്ങനെ തന്നെ പതുക്കെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. ഇനി അതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഷേപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പോവാണ്. അധികം കട്ടി കുറയ്ക്കണ്ട, അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. നമുക്കിത് പതുക്കെ ഒന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ ഒരു കയ്യിലേന് വെച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഷീറ്റ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ചോക്ലേറ്റ് എടുത്തത് ഒന്ന് പരത്താം. അതും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം ചെറുതായിട്ട്. പതുക്കെ അതുപോലെ ഒന്ന് പൊട്ടാതെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചോക്ലേറ്റ് പരത്തിയത് വെച്ച് കൊടുക്കാം. വാനിലയുടെ മുകളിൽ ചോക്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തു. ഒരു പ്രാവശ്യം ഇതുപോലെ റോളിംഗ് പിൻ കൊണ്ടൊന്ന് റോൾ ചെയ്യാം. ഇത് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പതുക്കെ ഇത് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രിഡ്ജിന് വെക്കാനായിട്ട് ഞാനിതുപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തു. അലുമിനിയം ഫോയിലിലേക്ക് ഒന്ന് മാറ്റാം. ഇതുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു കയ്യിലോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. പതുക്കെ നല്ല ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്ലിം ഫിലിം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പൊതിഞ്ഞെടുക്കാം. ഇപ്പം നമ്മളിത് അലുമിനിയം ഫോയിലിൽ പൊതിയുന്ന കാരണം അതിൻ്റെ ഒരു ഇമ്പ്രഷൻ എന്തായാലും നമ്മൾ ബിസ്ക്കറ്റിന് വരും. അപ്പോൾ ക്ലിം ഫിലിം ഉണ്ടെങ്കിൽ അതാണ് സൗകര്യം. കുറച്ചുകൂടി നന്നായിട്ട് ടൈറ്റായിട്ട് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിത് ഒരു 15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് എടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പതുക്കെ തുറക്കാം. കണ്ടില്ലേ? ഇത് കട്ട് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഷേപ്പിലാക്കി എടുത്തു. ഇങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഓവനിൽ ബേക്ക് ചെയ്യണവരാണെങ്കിൽ ഒരു 160 ഡിഗ്രിയിൽ ആദ്യം ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് വെച്ച് നോക്കുക. ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനും പാത്രത്തിൽ ഉപ്പ് ചേർത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് എടുക്കുന്നത് ബേക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ മുമ്പ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ബിസ്ക്കറ്റ്.
പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൈങ് പാന് ഒരെണ്ണം നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്, ഒരെണ്ണം ഇരുമ്പിൻ്റെയും. അപ്പോൾ നോൺ സ്റ്റിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ബേക്കിങ്ങിന് മാത്രമായിട്ട് വാങ്ങിച്ച ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കഴിവതും നോൺ സ്റ്റിക്ക് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം അത് ഇത്രയും നേരം ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതാവില്ല. അതുപോലെ തന്നെ അലുമിനിയം പാത്രമാണെങ്കിലും പരമാവധി ഒഴിവാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഉപ്പ് ചൂടാക്കാൻ വെച്ചിട്ട് ഇത് നമുക്ക് തുറക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചാലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന കുക്കീസ് വെച്ച് കൊടുക്കണം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഏറ്റവും കുറഞ്ഞ സ്ഥിതിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 35 മിനിറ്റ് ആയി ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ പാത്രത്തിലായതുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുന്നത്. നമ്മൾ ഫ്രൈങ് പാനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ അത് നമുക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കീസൊക്കെ അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ നമുക്കറിയാം. നല്ല സോഫ്റ്റ് ആവും ആയിട്ടില്ലെങ്കിൽ. ഇപ്പം അത്യാവശ്യം ഹാർഡായിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് എടുത്ത് തിരിച്ച് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. കുക്കീസ് റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു തണുത്ത ഫീലിംഗ് ആവും. അപ്പോഴാണെങ്കിൽ ഇതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാറില്ല. ആ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് അല്ലെങ്കിൽ ഒരു ക്രിസ്പി ഫീലിംഗ് എനിക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടിയിട്ടില്ല. അതായത് കുക്കറിൽ ബേക്ക് ചെയ്തെടുത്തപ്പോൾ, കുക്കറിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ വെച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇഡ്ഡലി തട്ടിൽ വെക്കുമ്പോൾ ഇത് ഏത് കുക്കീസാണെങ്കിലും ഇഡ്ഡലി തട്ടിൽ ബേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ താഴത്തെ തട്ടിൽ ഒന്നും വെക്കാതിരിക്കുകയാണ് നല്ലത്. അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ തട്ട് ഫ്രീ ആയി വിടുക, ഏറ്റവും അടിയിലത്തെ തട്ട്. അതിന് ശേഷം ബാക്കിയുള്ള തട്ടുകളിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ, ഇപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം എല്ലാവരുടെയും ഉണ്ടാവണം എന്നില്ല. സ്റ്റീൽ പാത്രമാണെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ ഉപ്പിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുക്കറിൽ ഇതുപോലെ തന്നെ ഉപ്പിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് ചെറിയൊരു പ്ലേറ്റിൽ ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈങ് പാനിൽ. പക്ഷേ കുക്കറിലും ഞാൻ ബേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ പാത്രത്തിലും ബേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ ഡിഫറൻസ് ഫീൽ ചെയ്തത് വെച്ചെങ്കിൽ കുറേ അധികം സമയം എടുക്കും നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് തന്നെ എനിക്കൊരു 35 മിനിറ്റിനും കൂടുതൽ എടുത്തു ബേക്ക് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ഫ്രൈങ് പാനിൽ വെക്കുകയാണെങ്കിൽ 20 മിനിറ്റ് മാക്സിമം വേണ്ടു ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഒരു മെയിൻ ഡിഫറൻസ് ഉള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എത്രയൊക്കെ ബേക്ക് ചെയ്താലും ഏതൊക്കെ പാത്രത്തിൽ ബേക്ക് ചെയ്താലും സാധാരണ ആ ഒരു ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ക്രിസ്പിനെസ് എനിക്ക് പൊതുവേ തോന്നിയിട്ടില്ല. ഇനി ഗോതമ്പായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കുറേ പ്രാവശ്യമായി കുക്കറിലും അതുപോലെ തന്നെ ഫ്രൈങ് പാനിലും ഈ പാത്രങ്ങളിലൊക്കെ ബേക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യണ ആ ഒരു ടേസ്റ്റ് എനിക്ക് പലപ്പോഴും ഈ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടാറില്ല. ഓവനൊക്കെ ഉള്ളവർ എപ്പോഴും ഓവനിൽ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇല്ലാത്തവർക്ക് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കീസ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.